വേണ്ട. എടാ നമുക്ക് അവന്റെ കൂടെ നിക്കാം, വൈറ്റ് ഉടുപ്പിന്റെ കൂടെ നിക്കാം. ഹലോ നിങ്ങളേതാ ഗ്യാങ്? അപ്പൂപ്പന്റെ വണ്ടിക്ക് ഒന്നും പറ്റൂല. പരിപാടി കഴിഞ്ഞ് നമുക്ക് വണ്ടി ആ അപ്പൂപ്പന്റെ വണ്ടി നോക്കണം, ഒന്നും പറ്റൂല എന്ന് പറഞ്ഞോള്. ആ അപ്പൂപ്പന്റെ വണ്ടി നമ്മ അടിച്ച് ടയർ വെച്ചിട്ട് ബാക്കി അത്രേ ഉള്ളൂ. അവിടെ അപ്പൂപ്പന്റെ വണ്ടിയിൽ ഒന്നും പറ്റൂല. നമ്മള് ആര് പോലെ അവള് വിട് വിട് വിട്. അവിടെ വണ്ടി ഇടിച്ച് മലത്ത്. എന്റെ അപ്പൂപ്പന്റെ വണ്ടിയാന്ന് പറയാം. ഏതാ പെണ്ണ പൈസ തരാനുണ്ടെന്ന് പറയാം. ഇടി ഇടി ഇടി. ഡാ കള്ളക്കളവാ, ഡാ വണ്ടി നിർത്തണം കള്ളാ. കള്ളക്കളവാ ഇറങ്ങി ഇറങ്ങി. ഹലോ, തരാനുള്ള പൈസ എപ്പ തരും? ഇതാരാ ഇതാരാ? കുട്ടി പൈസ വാങ്ങിച്ചിട്ട് കുട്ടിയുടെ അപ്പച്ചനാണോ അപ്പൊ വാങ്ങിച്ചോണ്ടോ ഈ വണ്ടിയുടെ ഉടമസ്ഥൻ? അല്ല, ഇത് എനിക്കൊരാള് തന്നതാ. ഇറങ്ങണം. അങ്ങനെ പറ്റത്തില്ലല്ലോ, വണ്ടി എടുത്ത് പോകാനൊന്നും പറ്റത്തില്ല. എടാ സ്നൈപ്പേ പരിപാടി ചെയ്തോ. ബാക്ക് ടയർ. അതെ കൊഴപ്പില്ല. നിങ്ങടെ അപ്പച്ചൻ മറ്റേ അങ്ങേര് നമ്മുടെ 50 ലക്ഷം രൂപയാണ് വാങ്ങിച്ചോണ്ട് പോയത്. 50 ലക്ഷം രൂപ. പ്രൂഫ് എന്താന്ന് അപ്പച്ചനോട് ചോദിച്ചാ മതി. 50 ലക്ഷം വാങ്ങിച്ചു. ഈ വണ്ടി ആരുടെയാണ്? ആ കളവന്റെ വണ്ടിയല്ലേ ഇത്? സഹോദരാ, എനിക്ക് ഇതൊരു ഒരാള് തന്നതാ. ഓ, നമ്മളിനി അങ്ങ് വിശ്വസിക്കണമായിരിക്കും ഇത്. കുട്ടി കൈതാത്ത് വെച്ചോ. നമ്മൾ കിഡ്നാപ്പ് ഒന്നും ചെയ്യാൻ സത്യമായിട്ടും നമുക്ക് വേണമെങ്കിൽ മറ്റേ മേഖലയിലെ CCTV പരിശോധിക്കാം. വേണ്ട, അന്നാ പിന്നെ നമുക്ക് അതിനകത്തൊന്ന് പരിശോധിക്കണമല്ലോ. അങ്ങനെ ഒരു CCTV ഉണ്ടോ സ്നൈപ്പേ? ഊര് മേഖലയിലുണ്ട്. കുട്ടിയുടെ പേരെന്താണ്? ലൂഫിയ. ഓക്കെ, അപ്പൊ കുട്ടിയുടെ വണ്ടി അല്ല. കുട്ടിയുടെ വണ്ടി അല്ലല്ലോ, ഉറപ്പല്ലേ? അല്ല 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 അല്ല. ഈ വണ്ടി നമ്മൾ എടുത്തോട്ടാ. അപ്പൊ ഈ വണ്ടി ഞാനെങ്ങനെ പോകും? കുട്ടി എന്റെ കൂടെ വണ്ടി കയറിയോ? ഉണ്ടാക്കിയാ പോരെ? അല്ല, എനിക്കിത് എങ്ങോട്ടെങ്കിലും കറങ്ങാൻ വേണ്ടിട്ട് തന്നതാ. കറങ്ങാൻ നമ്മുടെ കൂടെ പാസഞ്ചർ സീറ്റ് ഇരുന്നാ കറങ്ങാൻ പറ്റത്തില്ല കുട്ടിക്ക്. അല്ല, എന്നെ ഒന്ന് ഇവിടെ വിട്ടാലും മതി. എവിടെ വിട്ടണം? മെയിൻ ഗരാജോ? കുട്ടി മെയിൻ ഗരാജിൽ നിന്നല്ലേ വന്നെന്ന് പറഞ്ഞേ? ഓക്കെ മുതുക്ക് നിർത്താമേ. മുതുക്കിയതല്ലേ കുട്ടി? ഈ ഫ്രണ്ടിലുള്ളതല്ലേ? നമുക്കറിയില്ല. ചാടിക്കോ. അല്ല, നമ്മള് വണ്ടി നിർത്തത്തില്ല, ബ്രേക്കില്ല വണ്ടിക്ക്. അപ്പൊ അയ്യോ, സ്ഥലം കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ വണ്ടി നിർത്തത്തില്ല. അടുത്ത സ്റ്റോപ്പിന് പലേറ്റുമല്ലേ ഉള്ളേ? ഇപ്പൊ ബ്രേക്ക് നമ്മൾ ഊരിയിട്ട്. അപ്പച്ചന്റെ വണ്ടിയാണ്ട് അങ്ങനെ പൈസ തരാത്തോണ്ട് ബ്രേക്ക് ഇല്ല. അപ്പൊ ഇനി വണ്ടി നിക്കണമെങ്കിൽ പെട്രോൾ തീരണം. അപ്പൊ നമ്മളിനി എന്തോ ചെയ്യും കുട്ടി? മരത്തിൽ കൊണ്ട് ഇടിച്ച നമ്മുടെ തല പൊട്ടത്തില്ലേ? ചോര വരത്തില്ലേ? ഹെൽമെറ്റ് ഉണ്ട് എന്നും പറഞ്ഞ് കുട്ടിക്ക് ഹെൽമെറ്റ് അല്ലല്ലോ. കുട്ടിയുടെ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ സേഫ്റ്റി പോലെയാണ്, മനസ്സിലായോ? സത്യം തള്ളിയിരിക്കുന്നതിന്റെ മൂക്കിടിച്ച് പാലം പൊട്ടിയ കുട്ടി എന്ത് ഉത്തരവാദിത്വം പറയും? അയ്യോ, അതിനുള്ള പൈസ ഒന്നും നമ്മുടെ ഇല്ല. ഒന്നാമത് അപ്പച്ചന്റെ ഒരു 50 ലക്ഷം വാങ്ങാനിരിക്കുക. കുട്ടിക്ക് ഇവിടെ നിർത്തിയാൽ മതി, ഡ്രസ് ഷോപ്പിൽ നിർത്തിയാൽ മതിയോ? എന്നാ ചാടിക്കും. ബ്രേക്കില്ല, ഞാൻ പറഞ്ഞില്ലേ ബ്രേക്കില്ല വണ്ടിക്ക്. ശരിക്കും ബ്രേക്കില്ല. ബ്രേക്ക് നമ്മൾ ഊരിയായിരുന്നു. അവിടെ നിർത്തിക്കോ. ഇവിടെ നിർത്തണോ? ഇവിടെ ഇറങ്ങണമെങ്കിൽ ചാടിക്കോ. വേണ്ട. അപ്പൊ എവിടാണ് കുട്ടി നിർത്തണ്ട? അടുത്ത് നമ്മള് മിക്കവാറും കറങ്ങി ചെല്ലുമ്പോ അടുത്ത സ്റ്റോപ്പ് എവിടെയാ സ്നൈപ്പേ? നമ്മുടെ അങ്ങോട്ട് വിടാം. കിഡ്നിയൊക്കെ ഉണ്ടോ? 2 കിഡ്നിയൊക്കെ ഉണ്ടോ? ഒരെണ്ണം ഉണ്ടല്ലോ, അത് ലിവറല്ലേ പോന്നെ? കിഡ്നിയും പോവോ? കുഴപ്പമില്ല, വേറെ എന്തെങ്കിലും കാണുമല്ലോ, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഒന്നുമില്ലേ? ലെഫ്റ്റ് ഐ, റൈറ്റ് ഐ, കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, കഴുത്ത്. ആണോ? കുഴപ്പമില്ല, നമ്മളൊന്നുകൂടെ ഓപ്പറേറ്റ് ചെയ്ത് എന്നോട് എടുത്തു തരാം. സത്യം, എന്തിനാ ഇങ്ങനെയൊക്കെ ഒരാൾ ജീവിക്കാം? നമുക്ക് അടുത്ത സ്റ്റോപ്പ് ചില്ലാടിലാക്കിയല്ലോ സ്നൈപ്പേ? അല്ലേ സ്നൈപ്പേ? അയ്യോ, ബ്രേക്ക് കിട്ടിയെന്ന് തോന്നുന്നു കേട്ടോ. ചെറിയ ബ്രേക്കൊക്കെ ഉണ്ട്. ഇപ്പൊ ചാടിയാ സേഫ് ആയിട്ട് ചാടാം. വേണ്ടല്ലേ?
എനിവേ കുട്ടിയുടെ പേരെന്തായിരുന്നു? ലൂസിയ ലൂസിയ ഓ ലൂഫിയ. ഞാൻ ലൂസിയ ലൂസിയ ഓക്കെ ലൂഫിയ. ലൂസിയ ഇന്ന് മുതൽ ലൂഫിയ. സ്നേഹിപ്പേ നമ്മൾ ലൂഫിയ എന്ന് വിളിച്ചാൽ മതി കേട്ടാ. ലൂഫിയ. ആ ലെഫ്റ്റ്. എടാ അവിടെ ആളുണ്ടോ? അങ്ങോട്ട് പോയിട്ട്. ആ അപ്പൊ കിഡ്നിക്ക് നമ്മളൊക്കെ ഇവിടത്തെ വലിയ അധോലോകമാണ്. അതെ അതെ ചെറിയൊരു കച്ചവടം. സുഖം. കുട്ടിക്ക് തലച്ചോറുണ്ടോ കൊടുക്കാനായിട്ട്? ഇതില് കുട്ടി എന്തെങ്കിലും കൊടുത്ത് ചെയ്യുവാണെങ്കിൽ നമ്മള് വെറുതെ വിടാം. ആ ബോട്ടിന് കുട്ടീന്റെ കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് പൈസ ഇച്ചിരി മേടിക്കാം. അതെ കുട്ടിയുടെ കയ്യിലുള്ള എല്ലാം കൊടുത്തോ. ബോട്ട് അവിടെയാണ്, എനിക്ക് ഇവിടെ ബോട്ട്. അയ്യോ ഇതൊന്നും കൊടുക്കാൻ എന്റെ ഇല്ല. തലച്ചോറുണ്ടോ കൊടുക്കാനായിട്ട്? ബ്രെയിൻ അത് പക്ഷെ എനിക്ക് വേണ്ടേ. അത് ഉപയോഗിക്കുന്നില്ലല്ലോ, അപ്പൊ പിന്നെ കൊടുത്തൂടെ? ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ആര് പറഞ്ഞേ? യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുട്ടി നമുക്ക് ഈ ഒരു വണ്ടി തരുവോ? പറ. കുട്ടി പാസഞ്ചർ സീറ്റിൽ കയറി ഇരിക്കാൻ പറഞ്ഞപ്പോ കുട്ടി കയറി ഇരുന്നോ? പറ. അപ്പൊ കുട്ടി ശരിക്കും പറഞ്ഞാൽ അത് ഉപയോഗിക്കുന്നില്ല. ഉപയോഗിക്കുന്ന സാധനമൊക്കെ എടുത്ത് കൊടുക്കൂ കുട്ടി. നിങ്ങൾ രണ്ടുപേരുണ്ട്. എന്നിട്ട് ഞാൻ എന്താ പറഞ്ഞ? ബ്രേക്ക് ഇല്ലാത്ത വണ്ടി ഇവിടെ വന്നെങ്ങനെ? ഒരു ചാൻസും കൂടി കൊടുക്കാം. ഈ ബ്രെയിൻ ഉപയോഗിച്ച് ഇവിടെ നിന്ന് എങ്ങനെ നടന്ന അവിടം വരെ എത്തും. അത് അല്ലടാ, അപ്പൊ നമ്മള് കണ്ണിച്ചോരില്ലാത്തവരായി പോത്തില്ല. ഇപ്പൊ നമ്മള് സത്യം പറഞ്ഞ നിങ്ങൾ ഇത് കാട്ടുന്നത് ഭയങ്കര നമ്മളത്രക്കാരൊന്നല്ല കുട്ടി. ഇത് ഒരുമാതിരി ഫസ്റ്റ് ഡേ തന്നെ കാട്ടിലെന്നൊക്കെ പറഞ്ഞ. അല്ല നിങ്ങളുടെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, അതെങ്കിലും എനിക്ക് തരായിരുന്നു. അതാ അന്നേരം ചോദിച്ചുകൂടായിരുന്നോ? അതാണ് ഞാൻ പറഞ്ഞ കുട്ടിക്ക് തലച്ചോറില്ലെന്ന്. അന്നേരം ചോദിച്ചായിരുന്നെങ്കിൽ എടുക്കായിരുന്നു. വേണമെങ്കിൽ കുട്ടി എടുത്തോളൂ, തന്നോളൂ. നമ്മൾ തന്നിരിക്കുന്നു, ലോക്കല്ല. അപ്പച്ചന്റെ ഓർമ്മയാ. അപ്പൊ ഞാൻ എന്നെ കൊണ്ട് പൊന്നു പോലെ അപ്പച്ചൻ പൈസ. അപ്പൊ കുട്ടിയല്ലേ പറഞ്ഞ അപ്പച്ചനായിട്ട് ഒരു ബന്ധമില്ലെന്ന്. കള്ളം പൊളിഞ്ഞല്ലോടാ. പറഞ്ഞതാ, എന്റെ അടുത്ത് പറഞ്ഞതാ. അപ്പൊ കുട്ടി പൈസ തരും. അപ്പൊ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ അപ്പച്ചൻ വരും അല്ലേ? ഓ അപ്പൊ തൽക്കാലം കുട്ടി വണ്ടി കാരണം നമ്മളൊരു പെങ്കൊച്ചിനെ ഇങ്ങനെ നടുറോട്ടി ഇട്ടിട്ട് പോവാന്ന് പറയുമ്പോ അത് നമുക്കൊരു ബുദ്ധിമുട്ടാ അല്ലേ സൈപ്പേ? പറഞ്ഞോട്. നമ്മളിച്ചിരി മനസാക്ഷിയുള്ളവരാ. വേണ്ട തൽക്കാലം ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ വെച്ചോ. നമ്മളിപ്പോ എങ്ങോട്ടാ പോന്നേന്നറിയോ? ചില്ലിയാട്. ഏയ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുവോ? അല്ലേ സ്നൈപ്പേ? സ്നൈപ്പിന് കുട്ടീനെ കണ്ടപ്പോ ഒരു ക്രഷ്. നമുക്ക് അവിടെ ഗുണാക്കേവുണ്ട്, അതിന്റെ ഉള്ളിൽ കൊണ്ട് ഇട്ടിട്ട് വരാം. അല്ല സ്നൈപ്പേ, നിനക്കൊരു ക്രഷ് അടിച്ചു. നീ എന്നോട് എന്താ വണ്ടി നിർത്ത്, ആ കൊച്ചിനോട് സംസാരിക്കാന്നൊക്കെ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി. ശരിയാണ്, എനിക്കാണ് കൊച്ചിനോട് ക്രഷ്. ശരിയാ, അതെ. കുട്ടിയെ കണ്ടപ്പോ തന്നെ എനിക്കൊരു ക്രഷ്. കുട്ടി ഹലോ വീണ കേട്ടോ കൊച്ചി. ഹലോ കുട്ടി ചത്തോ? തലച്ചോറ് ഓണാക്കൂ. എനിക്ക് തോന്നുന്നു കേട്ടോ അത് കൊടുത്തെന്ന് തോന്നി. ഇപ്പൊ സംസാരിക്കാൻ പറ്റുന്നില്ല നമുക്ക്. വണ്ടി കൊള്ളാം കേട്ടോ. ഓഫ് റോഡൊക്കെ ചന്നം പിന്നെ കയറുന്നുണ്ട്. അപ്പച്ചന്റെ വണ്ടിക്ക് പവറാ. ഓൾഡ് ആണെങ്കിൽ എപ്പോഴും ആ കുതിര പോലെ നിക്കുന്നുണ്ട് വണ്ടി, മനസ്സിലായ? കുട്ടി കേക്കാമോ? കുട്ടി ഗ്യാങ്ങിലും വല്ലോ ഉണ്ടോ? അതെന്ത് പറ്റി? കുട്ടിക്ക് ക്രഷ്, ബോയ് ഫ്രണ്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടേ പറഞ്ഞാ മതി, തട്ടാ നമുക്ക്. അത് കുഴപ്പമില്ല. ഇതാണ് ഇന്ന് മുതൽ ചില്ലിയാട് അല്ലേ സ്നേഹിപ്പേ? കുട്ടി എല്ലാരും ചില്ലിയാട്ടിലോട്ടല്ലേ കുട്ടി പോകുന്നത്. നമ്മളും പിന്നെ അവിടെ പോയിട്ട് എന്ത് കാര്യം? നമ്മളെന്തെങ്കിലും വെറൈറ്റി പിടിക്കണ്ടേ? അതെ. കുട്ടി എന്താ വെച്ചാൽ ഈ ചില്ലിയാടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കപ്പിൾസ് ഏരിയ ആണ്. അതറിയാ കുട്ടിക്ക്? കുട്ടിയെ തള്ളിയിടാൻ ഇതേപോലത്തെ സ്ഥലം പോരെ? കുട്ടിക്ക് ഇറങ്ങണോന്നല്ലേ പറഞ്ഞേ? ഇറക്കാം. അല്ല ഇതാകുമ്പോ സേഫ് ആയിട്ട് താഴെത്തും. പിന്നീട് മേലോട്ട് പോവല്ലോ. ഇറങ്ങിക്കോളൂ. നിനക്കല്ലേ ഇറങ്ങണോന്ന് പറഞ്ഞ വാശി. ഇറങ്ങിക്കോ. ഇതാണ് മുതുക്ക്. ഇന്ന് മുതൽ ഇതാണ് നമ്മുടെ മുതുക്കാണിത്. കണ്ട മുതുക്ക് പോലൊരു സ്ഥലം. കണ്ട മുതുക്ക് സ്ഥലം.
താഴെ ഒരു ബോർഡ് കണ്ടോ മുതുക്കുന്ന എഴുതിയേക്കുന്നത്, കാണാൻ പറ്റുമോ? അതെങ്ങനാ നേരത്തെ പറഞ്ഞില്ലേ കണ്ണ് ഉറക്കിയത്തില്ലെന്ന്, അതുകൊണ്ടാ കുട്ടിക്ക് കാണാത്ത. ഇറങ്ങിക്കോ. ഇറങ്ങാൻ പറ്റത്തില്ല. ഇപ്പൊ അങ്ങനെ ആയോ? മുതുക്കിലൊന്ന് വിടുവോ? ഇപ്പൊ മുതുക്കി പോയിട്ട് എന്താ ആരെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടോ? പറ പറ. മുതുക്കല്ലേ അത്? മുതുക്കല്ലേ ഇത്? എടാ എനിക്ക് ഈ കൊച്ചിനെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ലടാ. നമുക്ക് ഇവിടെ വെച്ചങ്ങ് വെട്ടി തീർത്താലോടാ അവളെ. സ്നൈപ്പേ സ്നൈപ്പേ നമ്മളെ മുതുക്കെന്ന് പറയുന്ന ബാക്ക് ആ പാലം കുട്ടിക്ക് ഒരൊറ്റ ചാൻസ് തരാം. അതാണ് മുതുക്ക്. കുട്ടിക്കൊരു ചാൻസ് തരാം. ആ ചാൻസിൽ കുട്ടി നമ്മൾ പറയുന്നൊരു ചലഞ്ച് കംപ്ലീറ്റ് ചെയ്ത കുട്ടിയെ നമ്മൾ മുതുക്കി കൊണ്ടാക്കും, അത് ഈ വണ്ടിയിൽ. അല്ലെങ്കിൽ കുട്ടിയുടെ മരണം, ഡെഡ് ബോഡി, അല്ലെങ്കിൽ കുട്ടിയുടെ ഡെഡ് ബോഡി ഈ കൊക്കയിലായിരിക്കും. മനസ്സിലായോ? അല്ല എന്താണ് ചലഞ്ച്? ചലഞ്ചൊക്കെ പറയാം. ഓ മനസ്സിലായോ? ഓക്കെ ആണോ? ഹലോ കേട്ടൂടെ? മനസ്സിലായി. ചലഞ്ച് പറ. ചലഞ്ച് എന്ന് വെച്ചാല് കുട്ടി എന്നെ ഇംപ്രസ് ചെയ്യിപ്പിക്കണം. എനിക്കറിയത്തില്ല. അപ്പൊ അതെ മരണത്തിലോട്ട് പോവാം. കുട്ടി എന്നെ പ്രപ്പോസ് ചെയ്യണം. അതെ. എനിക്കറിയില്ല. അറിയത്തില്ലെങ്കിൽ പഠിക്കണം, പഠിച്ചില്ലെങ്കിൽ മരണം ഇന്ന് ഈ കൊക്കയിലായിരിക്കും കുട്ടി. കമോൺ. മരണോ? ചേട്ടാ എന്നെ മുതുക്കിൽ വിട്ടാ മതി. മുതുക്കി വിടാം പറഞ്ഞില്ലേ? നിങ്ങൾ വെക്കുന്ന കാശ് എത്ര വഴി ഞാൻ തരാം. എന്നാ പിന്നെ ഒരു 2.5 കോടി. 2.5 കോടി എന്നാ സ്പോട്ടില് പൈസ നമ്മള് ഉണ്ടാക്കും. മുതുകിൽ ആരെയും മേടിച്ച് ഞാൻ തരാം. അത് നമുക്ക് വിശ്വാസമില്ലല്ലോ. മുതുക്കിന്ന് ഞാൻ എന്റെ ഒരു പുള്ളി അവിടെ വെയിറ്റ് ചെയ്യുന്നു. എന്റെ പുള്ളിയോ? എന്നാ അവനെ ഒന്ന് വിളിച്ച് ലൗഡ് സ്പീക്കർ ഇട്ടെ. അവനെ വിളിച്ച് ലൗഡ് സ്പീക്കർ ഇടണം. നമുക്ക് വിശ്വാസം ഇല്ല. ലൗഡ് സ്പീക്കർ ഇടണം അവനെ വിളിച്ചിട്ട്. അതെന്താ വർക്കാവത്ത? അപ്പൊ വിടണ്ടല്ലോടാ. നമുക്ക് വേറെ പണിയൊന്നുമില്ല. നമ്മള് ഇന്ന് ഒരു 2-3 മണിക്കൂർ ഇവിടെ ഇരിക്കും. കുഴപ്പമുണ്ടോ കുട്ടിക്ക്? കുട്ടി ചില്ലൊക്കെ ചെയ്തോ? അല്ലെങ്കിൽ നടന്നൊക്കെ പോകും. വണ്ടി വിളിച്ചാൽ പോലെ ആരും വരത്തില്ലേ? ഇത് ഏത് മലയെന്ന് പറയാൻ ചില്ലയാട് പോലും പറയാൻ പറ്റത്തില്ല. ഓഹ് അവസ്ഥ. കുഴപ്പമില്ലടാ. ഇതാണ് നമ്മുടെ മുതുക്ക്. നമ്മളിവിടെയാണ് മുതുക്കെന്ന് പറയുന്നത്, മനസ്സിലായോ? പിന്നെ അങ്ങനെ കുട്ടിക്ക് ഒന്നും ചെയ്യാനും പറ്റും. സ്നൈപ്പ് എന്ത് കാണാടാ അവളെ? വെട്ടിയങ്ങ് തീർക്കട്ടെ. സ്നൈപ്പേ കൊക്കേ തള്ളിയിടാ. ഹലോ പാരച്ചൂട്ട് തരാം. ചാടുവോ ഇവിടെ നിന്ന്? എവിടെ ആൾക്കാര്? കൊറേ വണ്ടി. ഓ നിന്നെ രക്ഷിക്കാൻ ആളെത്തിയല്ലേടി? നീ ആൾക്കാരെ വിളിച്ച് കൂട്ടിയല്ലേടി? നീ ആള് ഫാസ്റ്റ് ആണല്ലോടി. നിനക്ക് തലച്ചോറിലെന്ന് ആര് പറഞ്ഞേ? ബുദ്ധി ഉണ്ടല്ലോടി ഞാൻ നിനക്ക്. ഓഹോ അപ്പൊ ഇവിടെ എന്തോ ഉടായ്പ പരിപാടി നടത്തുന്നുണ്ട് കേട്ടാ. നമ്മുടെ ഏരിയ എന്ന് പറയാമേ. ഇറങ്ങാൻ പറയാം. കപ്പിൾസ് അല്ലേ? അതെ, അവരോട് സംസാരിച്ചു കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടാക്കി തരാം. അതിന്റെ ഇടയിൽ വല്ല ബുദ്ധിപരമായ നീക്കം വല്ലോ നീങ്ങിക്കഴിഞ്ഞോണ്ടല്ലോ ഒരഞ്ഞോളാം ഞാൻ. ഹലോ ഇത് നിങ്ങളെന്താണ് ഇവിടെ? നമ്മുടെ ഏരിയ ആണ്. ഇതെന്താ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏരിയ ആണിത്. നമ്മള് ആ കുട്ടിയായിട്ട് നമുക്കൊരു ബന്ധമില്ലേ? ഇതാരാണ്? ഹു ഈസ് ദിസ്? അല്ല, ഇവിടെ നിന്ന് നിങ്ങൾ ലീവ് ചെയ്യണം. ഇവിടെ ഒരു സിറ്റുവേഷൻ ആണ്. സോ ഐ റിക്വസ്റ്റ് യു, നിങ്ങൾ ഇവിടെ നിന്ന് ലീവ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ. ഓ അപ്പടിയാ. ഓക്കെ ഓക്കെ. ഏതാണ് ഗ്യാങ്? പെണ്ണേ വെടിവെച്ചായിടും. ചത്തിയത് ആളേത് ആളേത് നിന്നോട് ഞാൻ ഒരു വട്ടം പറഞ്ഞു, വണ്ടി എടുത്തോണ്ട് പോയോ നിന്റെ മരണം എന്റെ കൈ കൊണ്ടായി. ഹലോ, അതെ നമ്മുടെ ഒരു അനിയത്തിയാണ് ഇത്. അപ്പൊ നിങ്ങള് പോലീസാണോ?
നമ്മൾ പോലീസാണോ അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. ആ ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഏതാണ് ഗ്യാങ്? നമ്മൾ ടി വി ഇതാരാണ് നിങ്ങളാരാണ്? നമ്മള് ടി വി ഇതാരാണ്? ഓക്കെ, അത് നമ്മുടെ ഐഡന്റിറ്റി നമുക്ക് പുറത്തു പറയാൻ പറ്റൂല. സോ ഇവിടെ നമ്മളിപ്പോ ഒരു സിറ്റുവേഷൻ നിൽക്കുവാണ്. അതെന്താടാ നിനക്ക് പുറത്ത് പറഞ്ഞ? എന്റെ ഐഡന്റിറ്റി ഞാൻ പുറത്ത് പറഞ്ഞില്ലേ? താങ്കളുടെ ഐഡന്റിറ്റി നമുക്ക് ചോദിച്ചല്ലേ പറ്റൂ. അപ്പൊ നിന്റെ ഐഡന്റിറ്റി നമുക്കറിയണം. സേഫ്റ്റിക്കാണ് പറയുന്നത്. ഐഡന്റിറ്റി പറയാതെ നമുക്ക് ലീവ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ താങ്കൾക്ക് ലീവ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഇതിന്റെ കോൺസിക്വൻസസ് താങ്കൾ ഫേസ് നേരിടും. നമ്മൾ രണ്ടുപേരുണ്ട്, കൈപൊക്കാൻ പറഞ്ഞ കോൺസിക്വൻസസ് എന്താവും? നിങ്ങൾ രണ്ടുപേരുള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നിങ്ങൾക്ക് മേളിലോട്ടും താഴോട്ടും ഒക്കെ നോക്കി കഴിഞ്ഞാൽ എത്ര പേരെ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാം. നമ്മൾ ഒരാളെ പോലും കണ്ടിട്ടില്ല. നിങ്ങൾ കാണത്തില്ലാത്തത് നമ്മുടെ കുറ്റമാണ് സുഹൃത്തെ. ബ്രോ നിങ്ങളുടെ ഐഡന്റിറ്റി പറയാതെ നമ്മൾ ഇവിടെ നിന്ന് വിടുന്നത് പ്രശ്നമില്ല, തീരുമാനിച്ച്. നമ്മുടെ ഐഡന്റിറ്റി നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ നിങ്ങൾ ലീവ് നമുക്ക് അപ്പൊ പോവാനും പറ്റത്തില്ല. സോ നിങ്ങളുടെ ഐ എം റിയലി സോറി ബ്രോ. ഇതിനുള്ള ഐ എം റിയലി സോറി. പറ്റത്തില്ല. ഇല്ല പറ്റത്തില്ല. റിയലി സോറി. ഹലോ, ഇവർക്ക് ലീവ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. ടിവി ആണ്. ടിവി ഗൈസ്, നിങ്ങളോട് കാര്യം ഞാൻ സീരിയസ്ലി പറയാണ്. എന്താ നിങ്ങൾ പോലീസാണോ? അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകും. നിങ്ങൾ പോലീസാണെന്ന് അറിഞ്ഞാൽ നമ്മൾ പോകും. ഇല്ല, നമ്മൾ പീഡിയല്ല. ഓക്കെ ഓക്കെ, പിന്നെ നിങ്ങൾ എന്താണെന്നറിയേണ്ടത് നമ്മളെ. അതാണ് വെറുതെ നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് വന്നപ്പോഴത്തേക്കും അല്ല ഐഡന്റിറ്റി പറയാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എങ്ങനെ നിങ്ങളെ വിശ്വസിച്ച് ഇവിടുന്ന് പോണം? നമ്മൾ ഇവിടെ ചില്ല് ചെയ്യാൻ വന്നെയാണ്. ഹൂ ഈസ് ദിസ് ഗേൾ? പെണ്ണുങ്ങൾ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല. അതുപോലൊരു പെങ്കൊച്ചാണ് അകത്ത് ചത്ത് കിടക്കുന്നത്. വെറുതെ എന്നെ കൊണ്ട് തോക്കെടുപ്പിച്ച് കൊല്ലാൻ നിൽക്കരുത് കുട്ടി. കുട്ടിക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ ആരാണെന്ന്? അല്ല, ഞങ്ങൾ ഇതുപോലെ ഒരാളെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചാ. നിങ്ങൾ ഇനി അഭിനയിക്കുവാണെങ്കിലോ? നമ്മളെ കാണാൻ പറ്റൂല നിങ്ങൾക്ക്. ആര് പറഞ്ഞു? എന്റെ കൺമുന്നിലല്ലേ നീ നിൽക്കുന്ന, എനിക്ക് കാണാം. ബ്രോ നമ്മൾ വളരെ മാന്യമായിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാന്നറിയാൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ചില്ല് ചെയ്യാൻ വന്നൊരു സ്ഥലത്ത് നിങ്ങൾ വന്നിട്ട് പറയാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടാൻ, നമ്മളെ പറ്റി നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് നിങ്ങൾ ആരാന്നറിയത്തില്ല. നമുക്ക് നിങ്ങൾ ആരാന്നറിയത്തില്ല. നിങ്ങൾ ആരാന്ന് പറയാതെ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല ബ്രോ. നമ്മളിവിടെ വെറുതെ ചില്ല് ചെയ്യാൻ വന്നപ്പോ നിങ്ങൾ ഇറങ്ങി പ്രൈവറ്റ് പ്ലേസ് അല്ല, നിങ്ങളുടെ സ്ഥലമാണ് ഇത്. എന്തെങ്കിലും ഡോക്യുമെന്റ്സ് കാണിക്കുന്ന? പിന്നെ ഡോക്യുമെന്റ്സ് കാണിക്കും. എന്നാ നിങ്ങളുടെ ഓഫീസ് എവിടെന്ന് പറ, നിങ്ങൾ ആരാന്ന് പറ. ഒന്നും പറയാതെ നമുക്ക് ഇറങ്ങി പോകാൻ പറഞ്ഞ ഇറങ്ങി പോകാൻ പറ്റൂലെങ്കിലോ? ഓക്കെ പറഞ്ഞോ. ഹലോ ബ്രോ, നിങ്ങൾ ആരാന്ന് പറഞ്ഞാൽ മതി, നമ്മൾ പൊക്കോളാം. നിങ്ങൾ ലൊക്കേഷൻ ഒന്നും ചേഞ്ച് ചെയ്യണ്ട. ഒരു മിനിറ്റ് സോറി, നിങ്ങൾ ചെയ്യോ? ഞങ്ങൾ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യും. നമ്മൾ ചേഞ്ച് ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ ആരാന്ന് പറഞ്ഞാൽ നമ്മൾ പൊക്കോളൂ. ഞങ്ങളുടെ ഐഡന്റിറ്റി ഞങ്ങൾക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല സുഹൃത്തെ. കൺസൈൻമെന്റ് വരുന്നത് ഇവിടെയാണ്, അത് മാത്രം പറഞ്ഞാൽ. ഇല്ലടാ, നമുക്ക് ഇവരുടെ വണ്ടിയുടെ പുറകെ പോടാ. ഇവരെ ആരാന്ന് കണ്ടുപിടിച്ചിട്ട് ഞാൻ സിറ്റി വിടുന്നുള്ളൂ. പെണ്ണ് പൊങ്ങിയേട്ടാ. റേഡിയോ കയറുന്നില്ല, രാണം വിളിക്കണം. പെണ്ണേ വണ്ടിന്ന് മാറ്. ഹലോ രാണൻ, കൺസൈൻമെന്റിന് ഓ ഇവിടെ വണ്ടി കയറ്. ഇത് കൺസൈൻമെന്റിന്റെ സ്ഥലമാണോ? മറ്റേ അട്ടപ്പാടി ഗ്യാങ് ഹൗസ്? അറിയില്ല, ഞാൻ നോക്കിയപ്പോ ഒരു പെങ്കൊച്ചു ഒരു ചെറുക്കനോടെ എന്തോ കപ്പിൾസ് എന്തോ ഇപ്പോൾ എന്തോ പറ്റിയാണ്. എന്നാ പിന്നെ അവന് എന്നോടങ്ങ് പറഞ്ഞാ പോരായിരുന്നു അവിടെ വെച്ച്. അവന്റെ കൊണ്ടവന്മാര് വന്നിട്ട് ലീവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങ് ലീവ് ചെയ്യാൻ പറ്റൂടാ? അല്ലെങ്കിൽ പറയണം എന്തോ ഇന്ത്യയാണെന്ന്. ഇവിടെ ഒരു സംഭവം നടക്കും, കോൺസ്യൂമെന്റോ എന്തെങ്കിലും എന്ന് പറയണേ. ഇത് നമ്മുടെ ഏരിയ ആണ്, മറ്റേതാണ്. കുട്ടി മുതുക്കിലോട്ട് വണ്ടി വിട്ടോ. കുട്ടി തലയ്ക്ക് വെടിയുണ്ടപ്പോ ബോധം പോയോ? മിസ്റ്റർ എക്സ് ആണല്ലേ? എനിക്ക് മനസ്സിലായി മിസ്റ്റർ എക്സ് ആണ്. അവിടെ ശരിക്കും പറഞ്ഞ ഈ മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ഒരു ബിസിനസ് അല്ലേ ശരിക്കും നടത്തുന്നത്. അവർക്ക് മിസ്റ്റർ എക്സ് ആണെന്ന് പുറത്ത് പറയത്തില്ല. അവൻ എന്റെ മേത്തൊരു വെടി വെച്ചെങ്കിൽ അവൻ തിരിഞ്ഞവണ്ടാവണം. അവനാണ് ഈ ചട്ടി ഹെൽമെറ്റ് ഒക്കെ ഇട്ട് ഇറക്കുന്നത്. അവനിരുന്ന് കൊളറവ് എനിക്ക് ചിരിയാവുന്നോണ്ടിരുന്നാണ് ഞാൻ. രായണ്ണൻ സിമ്പിൾ ആയിട്ട് ഐഡന്റിറ്റി റിവീൽ ചെയ്തു. രായണ്ണൻ എന്തൊരു മിസ്റ്റർ എക്സ് അല്ലാണോ പുള്ളി?
രായണ്ണന് മിസ്റ്റർ എക്സുമായിട്ട് എന്തോ ബന്ധമുണ്ട് കേട്ടോ. സ്നൈപ്പർ രായണ്ണനും ആയിട്ട് പറഞ്ഞു ബന്ധങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എടാ നമ്മുടെ കൊച്ചെന്താ ഇടാത്ത വായിക്കാത്ത എന്തോ പഴം കറിയോ കുട്ടി? ലൂണ മോളെ, ലൂണ ചക്കരേ. ആ പിന്നെ മോളെ ഞാൻ സത്യം പറഞ്ഞ നിന്നെ വെടിവെച്ച് കൊല്ലണോ ഒന്നുമില്ലായിരുന്നു. നീ പക്ഷെ നമ്മളെ പറ്റിച്ച് നീ വണ്ടി എടുത്തോണ്ട് പോയപ്പോ എന്റെ മനസ്സിനകത്തൊരു വിങ്ങലായിരുന്നു കുട്ടി. സോറി കേട്ടോ. പിന്നല്ലാതെ പിന്നെന്താ കാണിച്ചേ? വണ്ടി അപ്പുറത്തൊരു പെട്രോൾ ലൈക്ക് പൊട്ടിത്തെറിക്കാറായിട്ട് നിൽക്കുന്നു. അപ്പൊ ഞാൻ അവിടെ കത്തിയിട്ട് പൊട്ടിത്തെറിക്കേണ്ട അവർ മാറ്റിയിട്ടതായിരുന്നു. മാറ്റിയിട്ടൊന്ന് വെയിറ്റും വഴി അങ്ങ് പോയല്ലേ കൊച്ചിന്. ഇപ്പോഴും ഇല്ല പാല ബ്രെയിൻ. എന്താ ഇപ്പോഴും ഇല്ലേ ബ്രെയിൻ? അല്ല ബ്രെയിൻ ഉണ്ട്, ബ്രെയിൻ ഉണ്ട്. അത് ബ്രെയിൻ ഉള്ളവരെ ബോധിപ്പിച്ചാ പോരെ, ഇല്ലാത്തവരുടെ അടുത്ത് ബോധിപ്പിക്കണ്ടല്ലോ. താളം അടിച്ചോണ്ടല്ലോ ഒരെണ്ണോടെ നെഞ്ചത്തോട്ട് കയറ്റി തരും ഞാൻ. ആ അവളുടെ കൊണ അടിക്കലടി പെണ്ണാ നീ ഉണ്ടാക്കുന്നവള്. പോരെ മാന്യമായിട്ട് സംസാരിക്കുമ്പോ തിരിച്ചങ്ങ് മാന്യമായിട്ട് സംസാരിച്ചാ മതി പെണ്ണും പിള്ള കേട്ടാ. അതിന്റെ ഇടയിൽ കൂടെ അങ്ങ് ഉണ്ടാക്കാൻ നിക്കല്ലേ നീ. ഡാഡി വായിക്കാത്ത അമ്പഴങ്ങി കയറി ഇപ്പൊ നിന്റെ പറയടി പാതർക്കടി. നീ ഏത് വഴിയാടി കുത്തിക്കേറ്റുന്ന? അപ്പുറത്തൂടെ കയറ്റടി അങ്ങോട്ട് വണ്ടി. വണ്ടിയും കണ്ടി ഓടിക്കാൻ അറിയത്തില്ല, തലയ്ക്കകത്ത് തലച്ചോറല്ല തീട്ടം കണ്ടാണ് ഇരിക്കുന്നത്. എന്നിട്ടാണ് പറയുന്നത് അവള് ഡാഡി ഫുൾ അമ്പഴങ്ങയും വയലിട്ട് വിഴുങ്ങുന്നവള്. നീ എവിടെ അടി നമ്മളെ കൊണ്ടുപോകുന്നു? ഗുദാമിലോട്ടോ നിന്റെ? ഇതാണ് ഓഷൻ ഹൈവേ. ഇത് കഴിഞ്ഞിട്ട് വേണം മുതുക്കെത്താൻ. ഓ നീ പറഞ്ഞിട്ട് വേണോടി നമുക്കിനി അറിയാൻ ഇത് ഓഷൻ ഹൈവേ ആണെന്ന്. ഞാൻ പിന്നെന്തോ വിചാരിച്ചത്. ഇത് ഏതാടി സ്ഥലം പറയടി? ഈ റോഡിന്റെ പേരെന്തോന്നറിയോ നിനക്ക്? വാ തുറക്കടി. ഇതാണോ നിന്റെ സുമതി വളവ്? ഇത് നിന്റെ സുമതി വളവല്ലേ? നീ ആണോടി എന്നിട്ട് നമ്മള് ഓഷ്യനീവേ പഠിപ്പിക്കുന്നത്? ബ്ലഡി ഫൂൾ. എനിക്ക് ഇതാ സുമതി വളവ്. എന്തേ? ഹലോ. ചന്തി ഉറച്ചു പോയി, ഇറങ്ങാൻ പറ്റുന്നില്ല. എന്നാ അവിടെ ഇരിക്കും. നമുക്ക് പോവാം, നമുക്ക് പോവാം. പാവം കൊച്ചേട്ടാ. അതാണല്ലേ എനിക്കും തോന്നിയായിരുന്നു. കുഴപ്പമില്ല, ഒരു ഉണ്ട എന്റെ ഒരു ഉണ്ട അവന്റെ തലയിലുണ്ട്, അങ്ങനെ വിചാരിച്ചത്. അല്ലെങ്കിലും നമ്മൾ നേരിട്ടില്ലാത്തപ്പോ ഗുണം മാത്രമേ ഉള്ളൂ അല്ലേ? എടേ അവളുടെ ബുദ്ധി എങ്ങനെ ഉണ്ടെന്ന് നോക്കിയേ. KV ഗ്യാങ്സിന്റെ ഫ്രണ്ട് ചെയ്ത പറയാം സുമതി വളർന്ന്. ഓ പെർഫെക്റ്റ് ആയിരുന്നു, ചെറുതായിട്ടൊന്ന് വളി. അത് നീ എടുത്തായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഷോർട്സ് ആയാന്. അമ്മ